നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് 1000 നന്ദി അർപ്പിക്കുകയാണ്. ഓരോ ദിവസവുമുള്ള പുത്തൻ ദൂതുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ശക്തിയിൽ നമുക്ക് ഈ ഭൂമിയിൽ ഈ ചൂടേറിയ അനുഭവത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പോടും ധൈര്യത്തോടും നിൽക്കുവാൻ കർത്താവ് അവസരങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആത്മസാന്നിധ്യവും ദൈവകൃപയും ഓരോ ദിവസവും അനുഭവിച്ചറിയുവാൻ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് അവസരം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് 56 സങ്കീർത്തനം 8 വാക്യത്തിൽ നിന്നാണ്. വാക്യം ഇങ്ങനെയാണ്: നീ എൻ്റെ ഉരൾച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ മഹത്വം കരയറ്റുകയാണ്. 56 സങ്കീർത്തനത്തിൽ 8 വാക്യത്തിൽ ദാവീദ് പാടിയ ഒരു സ്വർണ്ണഗീതമാണ് നാം വായിച്ചത്. കാവ്യാത്മകമായ നിലയിൽ യഹോവയെ മഹത്വപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനം. ദാവീദ് പറയുകയാണ്, ഉരൾച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. ദാവീദ് ആദ്യം ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ കണ്ണുനീര് അങ്ങയുടെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. എന്നിട്ട് ദാവീദ് അതിനെ നിന്ന് അരക്കെട്ടിട്ട് ഉറപ്പിച്ചു പറയുകയാണ്, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അപ്പോൾ പുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് കണ്ണുനീർ തുരുത്തിയിലാക്കി വയ്ക്കും എന്ന് എഴുതിയിട്ടുണ്ട്. അതിനെ ക്രോട്ട് ചെയ്തുകൊണ്ട്, അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ദാവീദ് ഇവിടെ ദൈവസന്നിധിയിൽ ദൈവത്തെ ഒന്ന് ഓർപ്പിക്കുകയാണ്. അത് നിന്റെ പുസ്തകത്തിലുണ്ട്, എന്തേ? കണ്ണുനീർ തുരുത്തിയിൽ ആക്കി വയ്ക്കുമെന്ന്. ഇവിടെ ഈ പറയുന്ന കണ്ണുനീർ തുരുത്തിയിൽ ആക്കി വയ്ക്കുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കലിൽ സ്വർഗത്തിൽ ഒത്തിരി തുരുത്തികളുണ്ട്. ആ തുരുത്തികൾ മുഴുവനും ജനതയുടെ കണ്ണുനീരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാവ്യാത്മകമായ നിലയിൽ ദാവീദ് പറഞ്ഞ ഒരു ഭാഗമാണ്. തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വശം, അതിൻ്റെ യഥാർത്ഥ മീനിങ് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഓർക്കണമേ എന്നാണ്. ദൈവസന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ഓർക്കണമേ, കണ്ണുനീര് ഓർക്കണമേ, ഞാൻ കരയുന്നു, എൻ്റെ കണ്ണുനീര് ഓർക്കണം, അത് തുരുത്തിയിലാക്കി വെക്കണം എന്ന് പറയുന്നത് പോലെ ദാവീദ് പറയുകയാണ്, ഓർക്കണമേ. ഇന്ന് രാവിലെ ദൈവാത്മാവ് ചിലരെ തട്ടി വിളിച്ച് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതി നാം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ. നിങ്ങൾ കരയുന്നൊരു കണ്ണുനീരുണ്ട്, നാളുകളെ കൊണ്ടും മാസങ്ങൾ കൊണ്ടും കരയുന്ന കണ്ണുനീർ, കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന കണ്ണുനീര്, ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കരയുന്ന കണ്ണുനീര്, ഭവനത്തിൻ്റെ മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങളെ ഓർത്ത് കരയുന്ന കണ്ണുനീര്, നാളുകളും വർഷങ്ങളുമായി ബ്ലേഡിൽ പൈസ കൊടുത്തും ബാങ്കിൽ പൈസ അടച്ചും പലിശയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മുതൽ കൊടുത്ത് തീർക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടുന്ന ചിലർ, വിവാഹപ്രായമായെങ്കിലും കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതെ, നല്ല പ്രായം മുതൽ ആലോചന നടക്കുന്നെങ്കിലും ഒരു വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എത്ര പഠിച്ചിട്ടും തലയിൽ കയറാതെ, രാത്രി മുഴുവനും ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്തു നന്നായി പഠിച്ചു പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ മറന്നുപോകുന്ന അവസ്ഥകൾ, അതുനിമിത്തമായി മാർക്ക് വാങ്ങിക്കുവാൻ കഴിയാതെ ഒത്തിരി സ്കോർ താഴേക്ക് പോകുന്ന അവസ്ഥകൾ, ഇതൊക്കെ നിമിത്തം കരയുന്ന ഒത്തിരി പേര് ഈ സമയത്ത് സന്ദേശം കേൾക്കുന്നുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ കരയുന്നു,
മാതാപിതാക്കൾ കരയുന്നു. അപ്പം ഏത് നിലയിൽ നോക്കിയാൽ കരയുന്ന ഒരു കൂട്ടം ആളുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളെ തട്ടി വിളിച്ച് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ കണ്ണുനീർ ഓർക്കുന്നൊരു ദിവസമുണ്ട്, അല്ലെങ്കിൽ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ദിവസമുണ്ട്. അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്നവന് നമ്മുടെ ദൈവം. യെരിഹോവിൻ്റെ അടുത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യാത്ര ചെയ്യുമ്പോൾ വഴിയിലിരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു, കരഞ്ഞു. ദാവീദ് പുത്രാ, എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അടുക്കൽ ഉണ്ടായിരുന്ന, ഒപ്പമുണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഗുരു പോട്ടെ, ഗുരുവിനെ അസഖ്യപ്പെടുത്തരുത്. പക്ഷെ യേശു ആ നിലവിളുടെ മുമ്പിൽ നിന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ ദൈവത്തിന് മറികടക്കാൻ പറ്റില്ല. കാരണം ദൈവമക്കളുടെ കണ്ണുനീര് ദൈവത്തിന് വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കിട്ടുന്നത്. ഏതൊരു വിഷയം കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ മറുപടിയുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, പ്രേക്ഷകരെ, ഞാൻ ആത്മമണ്ഡലത്തിൽ പറയാം, നിങ്ങൾ കരഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധി കരയാൻ. ഒരു കുഞ്ഞ് കരയുന്നത് പോലെ കരയണം. ഒരു മടിയും കാണിക്കേണ്ട. നീ പുരുഷനാകാം, നീ സ്ത്രീയാകാം, മുതിർന്ന ഒരാളാകാം, ആരുമാകട്ടെ, ദൈവസന്നിധി കരയുവാൻ നീ മടി കാണിക്കരുത്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ കരയാറുണ്ട്. ഒരു കുഞ്ഞ് കരയുന്നത് പോലെ ഞാൻ കരയാറുണ്ട്. അതാണ് എൻ്റെ ബലമെന്ന് പറയുന്നത്. കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കരുത്. അപ്പൻ്റെ മുമ്പിലല്ലേ നമ്മൾ കരയുന്നത്. ഈ ലോകത്തിലെ മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മൾ കരയുമ്പോൾ മാതാപിതാക്കൾ മനസ്സലിഞ്ഞ്, എൻ്റെ കുഞ്ഞ് കരയുന്നല്ലോ എന്ന് വച്ച് മനസ്സലിഞ്ഞ് കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ കരഞ്ഞാൽ എത്രയധികം പ്രതിഫലം കിട്ടും. മാനുഷികമായ ഈ മാതാപിതാക്കൾക്ക് നമ്മുടെ മനസ്സ് കാണാൻ അവരുടെ മനസ്സ് അലിയുന്നെങ്കിൽ, സ്വർഗത്തിലെ നമ്മുടെ പിതാവിൻ്റെ മനസ്സ് എത്രമാത്രം അലിയും. അതുകൊണ്ടാണ് ബർത്തിമായി നിലവിളിച്ച് കരഞ്ഞപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് ചോദിച്ച് അവൻ്റെ 2 കണ്ണിനും കാഴ്ച ആക്കി കൊടുത്തത്. അപ്പൊ കരയുക, ദൈവസന്നിധിയിൽ കരയാൻ സമയത്തെ കണ്ടെത്തുക. പ്രാർത്ഥിച്ച് വെറുതെ എഴുന്നേറ്റ് പോവുകയല്ല ചെയ്യണ്ടേ. പക്ഷെ കരയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. തടങ്ങളിൽ കൂടെ കണ്ണുനീരൊഴുകും. അത് താഴെയല്ല വീഴുന്നത്, ഇവിടെ തുരുത്തിയിൽ ആക്കി വെക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവസന്നിധിയിലാണ്. ദൈവം അത് ഓർക്കും. ഓർത്ത് ദൈവം മാനിക്കും. വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ കണ്ണുനീര് ഓർത്ത് ദൈവം മാനിക്കും എന്ന് കാണുന്നുണ്ട്. വാക്യം ഇങ്ങനെയാണ്: ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായി നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. അപ്പോൾ നമ്മുടെ ദൈവം ഓർക്കുന്നവനാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മുമ്പിൽ തനിക്കുള്ള നിയമത്തെ ഓർത്തു. എപ്പോൾ? മിസ്രൈമിലെ അടിമവേല ചെയ്യുന്ന ഇസ്രായേൽ മക്കൾ യഹോവയോട് നെടുവീർപ്പിട്ട് നിലവിളിച്ചപ്പോൾ. അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്: അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. നെടുവീർപ്പിട്ട് നിലവിളിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. കുറേ നാളായില്ലേ നിങ്ങൾ നെടുവീർപ്പിടാൻ തുടങ്ങിയിട്ട്? നെടുവീർപ്പിടുക, നിലവിളിക്കുക എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. ചില ആളുകൾ നെടുവീർപ്പിട്ട് നിലവിളിച്ച വലിയ വായിക്കരയും. നമ്മൾ കണ്ടിട്ടില്ലേ, ചില വീടുകളിലൊക്കെ മരണം സംഭവിക്കുമ്പോൾ ആ വീടുകളിൽ ചെല്ലുമ്പോൾ മരിച്ചു കിടക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധമുള്ള ചില ആളുകൾ, ചിലപ്പോൾ മക്കളാകാം, ചിലപ്പോൾ ഭാര്യയാകാം, ചിലപ്പോൾ ഭർത്താവാകാം, നെടുവീർപ്പിട്ട് പൊട്ടി എന്ത് ചെയ്യും? കരയും. അപ്പോഴാണ് പറഞ്ഞത്, അയ്യോ എനിക്കിനി ആരുണ്ടോ, ഞങ്ങളെ വിട്ടിട്ട് പോയി, എനിക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന നമ്മൾ കേട്ടിട്ടില്ലേ? അത് നെടുവീർപ്പിട്ട് പൊട്ടിക്കരയുന്നതാണ്.
എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, നെടുവീർപ്പിടും പക്ഷെ പൊട്ടിക്കറിയത്തില്ല. പക്ഷെ അത് നെഞ്ചിനകത്ത് ഇങ്ങനെ ഇരുന്ന് തിളക്കുകയാണ്. ഇവിടെ ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിടുകയും അവർ പൊട്ടിക്കരയുകയും ചെയ്തു. അതാ നിലവിളിച്ചു എന്ന് പറയുന്നത്. എന്താണ്? മിസ്രൈമിലെ ചാട്ടകളുള്ള അടിയും, സമയത്തിന് ആഹാരം കിട്ടാതെയും വെള്ളം കിട്ടാതെയും ആ കട്ടച്ചൂളെ കിടന്ന് ഭയങ്കരമായ തീയുടെയും പുകയുടെയും നടുക്ക് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ പുറകിൽ ലഭിക്കേണ്ട പരിഗണനകളൊന്നും കിട്ടാതെ അവർ അത്രയും കഷ്ടപ്പെട്ട് നെടുവീർപ്പിട്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ, അവരുടെ അടിമവേല നിമിത്തം നിലവിളിച്ചപ്പോൾ അത് ദൈവസന്നിധിയിൽ എത്തിയെന്ന്. അതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്. സങ്കീർത്തനങ്ങൾ വായിച്ചു, എൻ്റെ കണ്ണുനീര് തുരുത്തിയിൽ ആക്കി വെക്കണമെന്നാണെങ്കിൽ ഇവിടെ അതിൻ്റെ യഥാർത്ഥ ഒരു ഫിനിഷിങ് പറയുകയാണ്. ആ നെടുവീർപ്പിൽ വീണ കണ്ണുനീര് ദൈവസന്നിധിയിൽ എത്തിയെന്ന്. അപ്പൊ തുരുത്തി എന്ന് പറയും, നമുക്ക് അങ്ങനെ വേണേൽ അനുമാനിക്കാം, ദൈവസന്നിധിയിൽ. അപ്പൊ ദൈവസന്നിധിയിൽ കണ്ണുനീരാക്കി വെക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവി പറയാം, നീ നെടുവീർപ്പിട്ട വിഷയമില്ലേ, നാളുകൾ കൊണ്ട് നെടുവീർപ്പിടുന്ന വിഷയം, ആരോടും പറയാതെ, ചിലപ്പോൾ നീ പൊട്ടിക്കരയുന്നില്ലായിരിക്കാം, കണ്ണിക്കൂടെ വെള്ളം വരുന്നില്ലായിരിക്കാം, ഹൃദയം പൊട്ടുകയാണ്, നെടുവീർപ്പിടുകയാണ്, പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഒന്ന് പൊട്ടിപ്പോയുണ്ടല്ലോ, ലെവല് മാറിപ്പോവും. അതുപോലെയാണ് നെടുവീർപ്പിട്ട് കരയുക എന്ന് പറയുന്നത്. നെടുവീർപ്പിടുന്ന വിഷയത്തിൻ്റെ മേൽ, കരയുന്ന വിഷയത്തിൻ്റെ മേൽ, ഇസ്രായേൽ മക്കളുടെ വിഷയത്തിൽ ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ ചെയ്ത നിയമത്തെ ഓർത്തിട്ട് ദൈവം നിലവിളി കേട്ടിട്ട് ഇസ്രായേലിനെ കടാക്ഷിച്ചു എന്ന് ഈ പുറപ്പാട് 2-ന്റെ 23, 24, 25 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നവരുടെ പ്രവചനദൂത് പറയാം, നിങ്ങളുടെ നെടുവീർപ്പ് കർത്താവ് കാണുന്നു. ദൈവം കാണുക മാത്രമല്ല, നിന്നോടും നിന്റെ തലമുറയോടും കുടുംബത്തോടും ദൈവം കടാക്ഷിക്കാൻ പോവുകയാണ്. ആമേൻ പറഞ്ഞേറ്റെടുത്തു. കണ്ണുനീരിന് മറുപടി ഉണ്ട്. നഷ്ടപ്പെട്ടിട്ടില്ല, അത് പാഴായി പോയിട്ടില്ല. പ്രാർത്ഥനാ മുറി കയറിയപ്പോൾ, കിച്ചണിൽ പണിയെടുത്തപ്പോൾ, വാഹനം ഓടിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഓഫീസിൽ പണിയെടുത്തപ്പോൾ, കൃഷിസ്ഥലങ്ങളിൽ പിക്കാസ് കൊണ്ട് കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ, നോക്കുക, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വീടിനകത്ത് ബെഡ്റൂമിൽ കിടക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ ചൂട് കണ്ണുനീരുണ്ടല്ലോ, അത് പാഴായി പോയിട്ടില്ലെന്ന്. എൻ്റെ പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഇന്നലകളിൽ നീ ഒഴുക്കിയ കണ്ണുനീരൊന്നും പാഴായി പോയിട്ടില്ല. അത് സ്വർഗത്തിലുണ്ട്, അല്ലെങ്കിൽ അത് തുരുത്തിയിലുണ്ട്, അല്ലെങ്കിൽ ദൈവം അത് ഓർത്തു വെച്ചിട്ടുണ്ട്. അത് ദൈവം കടാക്ഷിക്കാൻ പോവുക. ഏത് വിഷയത്തിലാണോ നിങ്ങൾ കരഞ്ഞത്, ദൈവം കടാക്ഷിക്കാൻ പോവുക. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ വിരല് ചൂണ്ടി ദൂത് പറയുകയാണ്. നിങ്ങളുടെ വിഷയത്തെ ദൈവം കടാക്ഷിക്കാൻ പോവുക. ആ വാതിൽ ദൈവം തുറക്കാൻ പോവുക. കുഞ്ഞിൻ്റെ രോഗം മാറാൻ പോവുക. ആ ഹാർട്ടിൻ്റെ രോഗം ദൈവം എടുത്തു മാറ്റാൻ പോവുകയാണ്. ഡോക്ടർമാർ സർജറി പറഞ്ഞിരിക്കുന്ന, ബൈപ്പാസ് പറഞ്ഞിരിക്കുന്ന, നിന്റെ കുഞ്ഞിനോട് പറഞ്ഞിരിക്കുന്ന രോഗത്തിൻ്റെ സർജറിയുടെ വിഷയത്തെ കർത്താവ് ക്യാൻസൽ ചെയ്യാൻ പോവുക. അങ്ങനെ ചില ആളുകൾ, ചില വ്യക്തികൾ ഏതോ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് കരയുന്നുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ. ഇന്ന് രാവിലെ ചില മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒപ്പിയെടുത്തിട്ട് സ്വർഗത്തിലെ ആത്മാ പറയുകയാ, എടാ, എൻ്റെ തുരുത്തിയിലുണ്ട്, ഇതിന് മറുപടി ഉണ്ടെന്ന്. ഇന്ന് രാവിലെ വിശ്വസിക്ക് പ്രിയപ്പെട്ടവരെ, വിശ്വസിക്ക്. നിന്റെ നെടുവീർപ്പ് അറിയുന്നൊരു ദൈവമുണ്ട്, നിന്റെ സാഹചര്യം അറിയുന്ന ദൈവമുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, തുടച്ചു കളയുമെന്ന, കണ്ണുനീര് തുടച്ചു കളയും. വാക്യം ഇങ്ങനെയാണ്, അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീര് തുടയ്ക്കുകയും. ശ്രദ്ധിക്കണം, പുറപ്പാട് പുസ്തകത്തിൽ നെടുവീർപ്പ് കണ്ട് കടാക്ഷിക്കും എന്നാണെങ്കിൽ, അനുഗ്രഹിക്കും എന്നാണെങ്കിൽ, ഇവിടെ വായിക്കുകയാണ് നിന്റെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും. ഇതിനപ്പുറം ഒരു ദൂത് ഇന്ന് രാവിലെ വേണോ പ്രിയരെ? എൻ്റെ കർത്താവ് ഞാനല്ല, റെന്നി പാസ്റ്റർ അല്ല ഇന്ന് പകൽ ഈ ദൂത് പറയുന്നേ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാ, നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കുമെന്ന്. എങ്ങനെ? യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും.
യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. അതെ, യഹോവയാണ് അരുളി ചെയ്യുന്നത്. ഇന്ന് പകല് സകല നിന്ദകളും ദൈവം ഭൂമിയിൽ നിന്ന് തുടച്ചു കളയും. കണ്ണുനീര് ദൈവം തുടച്ചു കളയും. ഒരമ്മ തന്റെ കുഞ്ഞിന്റെ കവിൾത്തടങ്ങളിൽ ഒഴുകുന്ന കണ്ണുനീര് അമ്മയുടെ മൃദുവായ കരങ്ങൾ കൊണ്ട് തുടച്ചു കളയുന്നത് പോലെ സ്വർഗം നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ പോവാ. ഈ ഭൂമിയിലൊരു അമ്മ തന്റെ കുഞ്ഞിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നെങ്കിൽ കണ്ണുനീർ തുടയ്ക്കുക മാത്രമല്ല, ആ കരഞ്ഞത് ആ അമ്മ അവന് സാധിപ്പിച്ചു കൊടുക്കും. എന്നതുപോലെ സ്വർഗം യഹോവ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുക മാത്രമല്ല, കരഞ്ഞ വിഷയം സാധിപ്പിച്ചു തരും. നിന്ന ദൈവം ഭൂമിയിൽ നിന്ന് നീക്കിക്കളയും. അങ്ങനെയെങ്കിൽ 2 കാര്യം ഞാൻ ആത്മാവി പറയുന്നു. ഒന്ന്, നിന്റെ നെടുവീർപ്പ് നിലവിളിയും കണ്ടിട്ട് ദൈവം നിന്നോട് കടാക്ഷിക്കാൻ പോവാ. 2, ദൈവം നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ പോവാ, നിന്റെ നിന്ന നീക്കാൻ പോവാ. വിശ്വസിക്കുന്നോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്തോത്രം. ചില പ്രിയപ്പെട്ടവർ കരഞ്ഞുകൊണ്ടിരിക്കുക, നാള് കുറയായി നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഈ വിഷയത്തിനൊരു മറുപടി ഉണ്ടെന്ന് ദൈവാത്മാവി വചനത്തിൽ കൂടെ പറഞ്ഞെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്ന ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരായ ഈ മക്കളുടെ കണ്ണുനീർ കർത്താവ് തുടയ്ക്കണം. ഇവരുടെ നിന്നത ഉരുട്ടി മാറ്റണം. ഇവരുടെ ഹൃദയത്തിന് നെടുവീർപ്പും അവരുടെ നിലവിളിയും കർത്താവ് കണ്ടിട്ട് സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവർ അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. കൃപയിൽ മറയ്ക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ബന്ധനം അഴിയട്ടെ. പിതാവേ, അവിടുത്തെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതലായി ഭവിക്കണം. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളുടെ കണ്ണുനീര് കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയിട്ടില്ല. മറുപടി ഇന്നുണ്ട്. ധൈര്യമായിട്ടിരിക്കൂ. ദൈവം നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും. നിങ്ങളുടെ നിന്ന ദൈവം നീക്കിക്കളയും. എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. നാളെ മറ്റൊരു സന്ദേശവുമായി നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.